IPL മാച്ച് നമ്പർ 23 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ 4ാം വിജയം നേടി ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് നേടി രാജസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആർച്ചറുടെ മറ്റൊരു ഫിയറി സ്പെല്ലായിരുന്നു മത്സരത്തിൽ കണ്ടത്. ഗിൽ 3ാം ഓവറിൽ പുറത്തായപ്പോൾ ഇൻഫോം ബാറ്റർ സായി സുദർശനായിരുന്നു GT ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. പവർ പ്ലേയിൽ 56 നേടിയപ്പോൾ പവർ പ്ലേ കഴിഞ്ഞ് ബട്ട്ലർ കൂടി അറ്റാക്ക് ഏറ്റെടുത്തു. മിനിമം 10 എന്ന റൺ റേറ്റ് അതുപോലെ തന്നെ ഇന്നിംഗ്സിൽ എപ്പോഴും GT കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഓവറിൽ റൺസ് കുറവ് വന്നാൽ തൊട്ടടുത്ത ഓവറിൽ അറ്റാക്ക് ചെയ്ത് ഈ കുറവ് കോമ്പൻസേറ്റ് ചെയ്യാൻ പ്രത്യേകം GT ബാറ്റർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട്ലർ, ഷാരൂഖ് ഖാൻ എന്നിവരുടെ ക്യാമിയോസും തിവാട്ടിയ, റാഷിദ് ഖാൻ എന്നിവരുടെ ഫിനിഷും വന്നപ്പോൾ 217 എന്ന നല്ല ടോട്ടലാണ് ഈ ട്രാക്കിൽ GT നേടിയത്. സായി സുദർശൻ 53 പന്തിൽ 82 ആയിരുന്നു നേടിയത്. രാജസ്ഥാനെ നോക്കിയാൽ ഹസരംഗ ഇല്ലാതെ ടീം ഇറങ്ങിയതുകൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ നന്നായി തന്നെ ബൗളേഴ്സ് കഷ്ടപ്പെടുന്നത് പോലെ കാണപ്പെടുന്നുണ്ടായിരുന്നു. സന്ദീപ് റൺസ് ടൈറ്റ് ചെയ്ത ഒരു ഓവർ എറിഞ്ഞാൽ അപ്പുറത്ത് തീഷ്ണ അല്ലെങ്കിൽ ദേശ്പാണ്ഡെ കഴിഞ്ഞ ഓവറിൽ പിടിച്ചത് കൂടി അവരുടെ ഓവറിൽ കൊടുക്കുന്ന രീതിയിലായിരുന്നു പന്ത് എറിഞ്ഞുകൊണ്ടിരുന്നത്. ആർച്ചർ പന്ത് എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അറ്റാക്കിംഗ് ആയി സഞ്ജു 2 സ്ലീപ്പർ, ഷോർട്ട് ലെഗ് അങ്ങനെ ഫീൽഡിംഗ് കൊണ്ടുവന്നുവെങ്കിലും ആർച്ചറെ സഞ്ജു യൂസ് ചെയ്ത രീതി നല്ലതാണോ എന്ന സംശയം മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം റിതം പിക്ക് ചെയ്തിരിക്കുന്ന ആർച്ചർ എപ്പോഴും പവർ പ്ലേയിലാണ് ഏറ്റവും ഡേഞ്ചറസ്. തുടക്കത്തിൽ ഒരു ബാറ്ററും ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കോമ്പിനേഷനാണ് റോ പേസും സ്വിംഗും. ഇത് രണ്ടും ആർച്ചറുടെ കയ്യിലുള്ളപ്പോൾ പവർ പ്ലേയിൽ 2 ഓവർ മാത്രം എറിയിച്ച ബാക്ക് എൻഡിലേക്ക് ആർച്ചറെ മാറ്റുന്നത് നല്ലതായി തോന്നിയിരുന്നില്ല. കാരണം GTയുടെ ബാറ്റിംഗ് അവരുടെ ടോപ്പ് 3യെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ അവരെ തുടക്കത്തിലെ അറ്റാക്ക് ചെയ്ത് പുറത്താക്കാൻ നോക്കുന്നതിന് പകരം ആർച്ചറെ 2 ഓവർ എറിയിച്ച് മാറ്റി 5ാം ഓവറിൽ ദേശ്പാണ്ഡെയെ കൊണ്ടുവന്ന് 18 റൺസ് വിട്ടുകൊടുക്കുകയായിരുന്നു സഞ്ജു ചെയ്തത്. എന്നാൽ നേരെ ഗുജറാത്തിന്റെ ബോളിംഗ് നോക്കിയാൽ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന സിറാജിന് പവർ പ്ലേയിൽ തന്നെ 3 ഓവർ എല്ലാ ഗെയിമിലും GT കൊടുക്കുന്നുണ്ട്. ആർച്ചറുടെ ബോളിംഗ് കണ്ടപ്പോൾ കഴിഞ്ഞ 2 ഗെയിമിലും ഇതേ കാര്യം തോന്നിച്ചിരുന്നു. കാരണം ബാക്ക് എൻഡിൽ വരുന്ന ആർച്ചറേക്കാളും ഡെഡ്ലി പവർ പ്ലേയിൽ വരുന്ന ആർച്ചർ തന്നെയാണ്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ GT ബോളേഴ്സ് അവരുടെ ഡ്രീം ഫോം അതുപോലെ തന്നെ തുടർന്നപ്പോൾ പവർ പ്ലേയിൽ തന്നെ ജയ്സ്വാൾ, റാണ എന്നിവർ മടങ്ങിയിരുന്നു. 57 ആയിരുന്നു 6ാം ഓവറിൽ രാജസ്ഥാന്റെ ടോട്ടൽ. എന്നാൽ തൊട്ടടുത്ത 2 ഓവറിൽ പരാഗ്, ജൂറൽ എന്നിവർ ഔട്ടായതോടെ ഗുജറാത്ത് ഏകദേശം ഗെയിം സീൽ ചെയ്തിരുന്നു. ഇതിൽ പരാഗിന്റെ വിക്കറ്റ് ആദ്യം കുറച്ച് കോൺട്രവേഴ്ഷ്യലായി തോന്നിയിരുന്നുവെങ്കിലും അത് വിക്കറ്റ് തന്നെയാണ് എന്ന എക്സ്പ്ലനേഷൻ മാത്യു ഹെഡൻ കമന്ററിയിൽ പറയുന്നുണ്ടായിരുന്നു. ശേഷം ഹെഡ്മേയർ, സഞ്ജു ജോഡി പെട്ടെന്ന് സ്കോറിംഗ് ഉയർത്താൻ നോക്കിയപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതുപോലെ തന്നെ കൃഷ്ണയെ കൊണ്ടുവന്ന് ഗിൽ ബ്രേക്ക് ത്രൂ നേടിയെടുത്തു. സഞ്ജു ഔട്ടായതോടെ ചേസ് ജസ്റ്റ് ചടങ്ങായി തന്നെ മാറി. പ്രസിദ്ധ് കൃഷ്ണ ഈ സീസണിൽ ഇംപ്രസീവായ കംബാക്കാണ് നടത്തിയിരിക്കുന്നത്. ഹാർഡ് ലെങ്തുകൾ തന്നെ കീപ്പ് ചെയ്താണ് താരം പന്തെറിഞ്ഞ് വിക്കറ്റ് എടുക്കുന്നത്. ഓൾറെഡി നെഗറ്റീവ് റൺ റേറ്റിലുള്ള രാജസ്ഥാൻ ഇന്നലെ പരാജയവും കൂട്ടത്തിൽ ഓൾ ഔട്ട് ആവുകയും കൂടെ ചെയ്തതോടെ റൺ റേറ്റ് ടീമിന് പണിയായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഓൾ ഔട്ട് ആകാതിരിക്കാനെങ്കിലും RRന് ശ്രമിക്കാമായിരുന്നു. കാരണം -0.18 ഉണ്ടായിരുന്ന റൺ റേറ്റ് -0.73 ഇന്നലത്തെ പരാജയത്തോടെ എത്തിയത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ GT സുദർശന്റെ പിൻബലത്തിൽ 217 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 159 രാജസ്ഥാൻ പുറത്താവുകയാണ് ഉണ്ടായത്.